പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും നമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങൾ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷികളായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വചനം ശ്രവിക്കുവാൻ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാധന ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശ്വരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചനെ ഞങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഇവിടെ ദൈവാനുഭവങ്ങളുടെ അപ്ഡേഷൻസ് എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ്റെ അനുഭവത്തിലൂടെ ഉടമ്പടി പുതിയ പുതിയ സാധ്യതകളുമായി നമ്മുടെ മുമ്പിൽ പ്രത്യാശ സൃഷ്ടിക്കുകയാണ്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉടമ്പടിയുടെ പുതിയ സാധ്യതകൾ, അത് കാരണം എനിക്ക് ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഞാനിവിടെയാണ് നിന്ന് ജനങ്ങളുടെ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഒരു ചെവി ഈ സാക്ഷ്യത്തിലായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യങ്ങളെല്ലാം ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ ദൈവം ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ദൈവം ഈ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ പുതിയ പദ്ധതികൾ ദൈവം നമുക്ക് അനുഭവവേദ്യമാക്കുന്നത് ഭയങ്കര ആവേശം നൽകുന്നുണ്ട് ഉടമ്പടി. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഈ ദിവസങ്ങൾ കേട്ട ഒരു ഉടമ്പടിയിൽ അർച്ചന ജിമ്മി പാര ഒരു കുറേ അധികം കാര്യങ്ങൾ ഉടമ്പടി പറയുന്നുണ്ട്. ഇവരുടെ ഒരു സിറ്റുവേഷൻ, അർച്ചന ജിമ്മിയുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡുണ്ട്. പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകും. നമ്മൾ ഇത്രയും എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു, എന്നെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ പരസ്പരം കാണുന്നു അല്ലേ? വെളിച്ചമുണ്ട്, ഇവിടെ ശബ്ദമുണ്ട്, അനക്കമുണ്ട്, ചലനമുണ്ട്. ഇതെല്ലാം ഉള്ള കുടുംബം പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോഴൊന്ന് ചിന്തിച്ച് നോക്കിയേ, മൊത്തം ബ്ലാക്ക് ഔട്ടായി. ശബ്ദമില്ല, വെളിച്ചമില്ല, ജീവിതമില്ല, മരവിച്ചു പോയി. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഇമാജിനാണ്. അപ്പം ഞാനിത് ഇവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇതിന് ഉടമ്പടിക്ക് ഇതിൻ്റെ അകത്തുള്ള റോൾ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് മരിച്ചതോടുകൂടി ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് വരും. തരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുണ്ട്, 3 തോന്നുന്നു. മക്കൾ പഠനത്തിലാണ്, ആരും ഉയർന്ന ക്ലാസ്സിലേക്ക് എഡ്യൂക്കേഷനിലേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും വലിയ കുഴപ്പം കോവിഡ് കാലമാണ്. അതാണ് ഒരു പ്രതിസന്ധി. മരണം, കുടുംബനാഥൻ്റെ മരണം. രണ്ടാമത്തേത് കോവിഡിൻ്റെ കാലം, വരുമാനമില്ല, ആരുടെയും പൈസ ആർക്കും കൊടുക്കാത്തൊരു കാലമാണ്. അങ്ങനൊരു കാലം നമ്മൾ കണ്ടതല്ലേ. ആരുടെയും കാശ്
ആർക്കും കൊടുക്കാത്ത കാലമാണ്. കാര്യം കോവിഡ് എന്തുമാത്രം നീളുവന്നോ, എത്ര കാലം പണിയില്ലാണ്ട് വരുമെന്നോ, പട്ടിണി എത്ര കാലം നീളുവന്നോ ഒന്നും അറിയത്തില്ല. ഭയങ്കര അനിശ്ചിതത്വം പറഞ്ഞൊരു കാലത്ത് ആൾക്കാരെല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കിയിരുന്നൊരു കാലമാണ് കോവിഡ് കാലം. പ്രളയം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കോവിഡിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ മനുഷ്യൻ വല്ലാത്ത രീതിയിൽ റിസർവ്ഡായിപ്പോയി. അപ്പോൾ സെൽഫ് റിസർവേഷൻ്റെ ഒരു കാലമാണ്. നമ്മുടെ കാര്യം മാത്രം, നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ്. അതിനിടയ്ക്കാണ് കുടുംബനാഥൻ കൈവിട്ട് പോണത്. ഇപ്പോൾ 2 ക്യാപിറ്റൽ ഇതിനിടയ്ക്ക് കോവിഡ് 3ആയി. 4ാമത്തെ ഇവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം ഒരാൾ, ഈ ഭാര്യ എന്ന് പറയുന്ന അമ്മയെന്ന് പറഞ്ഞ ഒരാളാണ് ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടത്. 4ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഫേസ് ചെയ്ത 4ാമത്തെ കാരണം, അവർക്ക് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ബിസിനസ്സാണുള്ളത്. അപ്പോൾ പലർക്കും പല സ്ഥലങ്ങളും വിൽക്കാൻ പറ്റണില്ല. അഡ്വാൻസ് കൊടുത്തു, പക്ഷേ സ്ഥലം എടുക്കാൻ പറ്റണില്ല. വീട് കുറച്ച് പണിയായി, പണിയാൻ പറ്റണില്ല, അത് കൊടുക്കാൻ പറ്റണില്ല നോക്കിയേ. അപ്പോൾ കടങ്ങൾ 3 കോടിയോ മറ്റേയായി. ഒരു ചേടത്തിയും 3 കോടി കടവും കോവിഡും 3 മക്കളും. നമുക്ക് മിണ്ടാനോ പറയാനോ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒരു മറു ഉത്തരം മേടിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ജീവിതവും നമ്മൾ മാത്രം ബാക്കിയായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ്. ഇവരെങ്ങനെയാണ് ഉടമ്പടി സേവ് ചെയ്യണമെന്ന് നോക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ ഉടമ്പടി എന്താ ചെയ്യണത്? ഉടമ്പടി ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അവിടെയാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ബേസ്ഡുമാണ് നമ്മൾ കവനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളെ ബേസ് ചെയ്തുകൊണ്ട് വേണം. നിങ്ങളുടെ ശക്തി പോകുന്നു, നിങ്ങളുടെ സ്വാധീനങ്ങൾ പോകുന്നു, അവലംബങ്ങൾ പോകുന്നു, നിങ്ങൾ അനിശ്ചിതത്തിലാകുന്നു. ഇങ്ങനെ ഒരു സീറോ റെഡ്യൂസിങ് വരുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നത്? അതിൻ്റെ കാരണം എന്താണ്? പക്ഷേ ഒന്ന്, അതൊരു ബൈലാറ്ററൽ, വേറെ ഒരു വ്യക്തിയെ നിങ്ങളെക്കാളും അമാനുഷികമായ ഒരു ശക്തിയെ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യണം ഉടമ്പടി ചെയ്യണത്. അത് ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമ്മുടെ പ്രാർത്ഥന പോലെ അല്ലത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കില്ല, ഇതല്ല. ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വല്ലാത്ത പദ്ധതിയാണ്. അതൊരു പ്രാർത്ഥനയല്ല, ഒരു അഭൗമവും അലൗകികവുമായിട്ടുള്ള ദൈവികമായ ഒരു വ്യക്തിത്വത്തെ നിങ്ങളുടെ ഈ മാനുഷിക അവസ്ഥകളുമായിട്ട് ലിങ്ക് ചെയ്യും. ഉടനെ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്, ഉഭയകക്ഷി ആയിട്ടുള്ള എഗ്രിമെൻ്റാണ്. ഇതോടുകൂടി, ഈ എഗ്രിമെൻറ്റോടുകൂടി നമ്മൾ ഫ്രീ ആണ്. ഈ അലൗകികമായ ദൈവിക വ്യക്തിത്വത്തിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ, വിശുദ്ധി പാലിക്കണം. കാരണം എന്താണ്? ഞാൻ വിശുദ്ധനാണ്. അതാണ് എബ്രഹാത്തിനോട് പറഞ്ഞത്, അതാണ് മോസസിനോട് പറഞ്ഞത്, അതാണ് വിശുദ്ധി പ്രധാനപ്പെട്ട വിഷയമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീ ജീവിത വിശുദ്ധി പാലിക്കണം. അതാണ് ഫസ്റ്റ് കമാൻഡ്മെൻറ്റ്. പിന്നെ എന്നെപ്പോലെ സ്നേഹം കാണിക്കണം. അതാണ് ഈശോ പറയണത്. ഒരു പുതിയ ഉടമ്പടി ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, വാ വാ നാഥ സ്നേഹരാജാ തേടിടുന്ന സ്നേഹമേ നീ. വാ വാ എൻ്റെ പേര് മിനി ജോസ്. തൃശ്ശൂരിൽ നിന്ന്, തൃശ്ശൂർ മണലിത്രയിൽ നിന്ന് പഴയനുപ്പാടം എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് ജോസ്. എനിക്ക് കിട്ടിയ, ഞാൻ സെപ്റ്റംബർ 19
2022 സെപ്റ്റംബർ 19 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് എനിക്ക് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. നടക്കാൻ പോലും പറ്റാണ്ട്, ഒരു ഉരുള ചോറ് പോലും വാരി ഉണ്ണാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയിൽ നിന്നും, ഒരു പാർക്കിൻസൺസം എന്ന അസുഖത്തിൽ നിന്നും, സ്പോണ്ടിലോസിസ് എന്ന അസുഖത്തിൽ നിന്നും, സ്റ്റോക്ക് കഴിഞ്ഞു പോയ അവസ്ഥയിൽ നിന്നൊക്കെ എന്നെ ദൈവം കരകയറ്റിയത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കൊണ്ട് മാത്രമാണ്. ഇവിടെ വന്നതിൻ്റെ ഫലമായി എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ഞാനിവിടെ നിന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ കൊണ്ടുവന്നതിനേക്കാളും സ്പീഡിൽ ഞാനിവിടെ നിന്ന് നടന്നു പോയി. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ കിട്ടിയത് എനിക്ക് അന്ന് പറയാൻ വിട്ടുപോയതാണ്. എനിക്ക് ചെവിയിൽ എപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴോ വർത്തമാനം പറയുമ്പോഴോ ടെക് ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒച്ച എപ്പോഴും ഉണ്ടാവും. ഭയങ്കര അസ്വസ്ഥതയാണ് ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോഴും. പിന്നെ ഇയർ ബാലൻസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇയർ ബാലൻസ് വന്നിട്ട് ഞാൻ 3-4 പ്രാവശ്യം തെറിച്ച് വീണ് പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഡോക്ടറെ മുൻപിൽ എന്നെ വെച്ച് ഞാൻ വീണിട്ടുണ്ട്. അപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ പുറകിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ഭർത്താവ് എന്നെ പിടിച്ച് തള്ളിയതായിരിക്കുന്നു. പക്ഷേ എൻ്റെ ദേഹത്ത് ആരും കൈ തൊട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ വീണേന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോഴാണ് പിന്നീടാണ് ഇയർ ബാലൻസ് ആണെന്ന് അറിഞ്ഞത്. ഇവിടെ വന്ന് കാല് കുത്തിയ നിമിഷം മുതൽ പിന്നെ എനിക്ക് ഇന്ന് വരയ്ക്കും ഇയർ ബാലൻസിൻ്റെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ വന്ന അന്ന് തന്നെ ഈ നിയോഗം എന്താണെന്നോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ല. ഞാനിവിടെ വന്ന് ക്ലാസ് കേട്ടപ്പോൾ അങ്ങനെ തലയും ചാച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അമ്മ ഇത്ര അകലയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനാണോ വന്നിരിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് തീരെ വയ്യ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, എനിക്ക് കിടക്കണം എന്നാണ് തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഇവിടം വരെ വന്നത് അമ്മ മാതാവിനെ കാണാനും അമ്മ പ്രാർത്ഥിക്കാനും വേണ്ടി വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വന്നിട്ട് ഇവിടെ വന്ന് കിടക്കാനാണോ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉണർന്നിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് ക്ലാസ് കൂടാനുള്ള ശക്തി തരണമേന്ന്. നിയോഗം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെ എഴുതണമെന്നും അറിയില്ല. എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു തരികയാണ് നിയോഗം എഴുതിയപ്പോൾ വീടെന്ന്. കാരണം എൻ്റെ വീട് പഴയ വീടാണ്, പച്ച ഇഷ്ടിക കൊണ്ട് പണിത വീടായിരുന്നു പണ്ടത്തെ വീട്. അതിങ്ങനെ പൊട്ടി വിണ്ട്, ചുമരടക്കം വിണ്ടു, തറ വിണ്ടു. ആ അവസ്ഥയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ കുറേ കടബാധ്യതകളുണ്ട്. അപ്പോൾ എനിക്ക് വയ്യാതെയായി. ഞങ്ങൾ 2 ആളും കൂലിപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോകാണ്ടായി കഴിഞ്ഞപ്പോൾ ചേട്ടനെ കൊണ്ട് തന്നെ ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നിനും സാധിക്കില്ല. അപ്പോൾ വീടിന് നിയോഗം ഇങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ മാതാവ് തോന്നിച്ചതാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ എനിക്ക് വീട് പണിയാനോ പണിയിപ്പിക്കാനോ ആരുമില്ല, എനിക്ക് അതിനൊരു സാധിക്കുകയില്ല. ഒരു സരി സ്വർണം പോലും ഇല്ല, അല്ലെങ്കിൽ കാശായിട്ടോ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. എനിക്ക് സാധിക്കുമെന്ന് തോന്നില്ല. എനിക്ക് പണിത് എങ്ങനെയെങ്കിലും മാതാവ് എനിക്ക് പണിയിപ്പിച്ച് തരികയാണെങ്കിൽ തന്നാൽ മതി. അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എനിക്ക് തിരക്കൊന്നുമില്ല മാതാവേ, അമ്മയ്ക്ക് എപ്പോഴാണ് തോന്നുക, അമ്മയ്ക്ക് എപ്പോഴാണ് ഞങ്ങളുടെ മേൽ കനിയാൻ തോന്നണേ അപ്പം തന്നാൽ മതി, എനിക്ക് തിരക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്ന് പോയി. ആദ്യത്തെ ഉടമ്പടി പുതുക്കി. 2ാമത്തെ ഉടമ്പടി പുതുക്കാൻ 1 മാസം കൂടി ഉള്ളപ്പോൾ എനിക്ക് വീടിൻ്റെ കാര്യം ശരിയായി. ഒരു വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു സഹായിക്കാമെന്ന് പറഞ്ഞു. അവരുടെ കൂടെ കുറേ പേരുകൾ, നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ കൂടിയിട്ട് ഓരോരുത്തരും സ്പോൺസർ ചെയ്തിട്ടാണ് ഞങ്ങളുടെ വീട് പണിത് തരുന്നത്. ഒരു 10-12 ലക്ഷം രൂപയോളം ചിലവ് വരും. നല്ലൊരു മനോഹരമായ വീട്. നാളെ അതിൻ്റെ വെഞ്ചിരിപ്പാണ്. ഞാൻ ഇന്ന് ഇവിടെ താക്കോല് കൊണ്ടുവന്ന് വെഞ്ചിരിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ മാതാവ് എല്ലാം ഒരുക്കി തന്നു എനിക്ക്. പിന്നെ എൻ്റെ ഭർത്താവിന് ശ്വാസം മുട്ടുണ്ടായിരുന്നു, ഭയങ്കര ശ്വാസം മുട്ടും, ഭയങ്കര നിൽക്കാത്ത ചുമയായിരുന്നു, ഏതു നേരം ചുമയായിരുന്നു. ആ ചുമ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 5 മാസം കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്ക് കുറയാൻ തുടങ്ങി. ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. പൂർണ്ണമായിട്ടും ചുമ വിട്ടുമാറിയില്ലെങ്കിലും ഇവിടെ അകലെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കേൾക്കാം ശ്വാസം വലിക്കുന്ന ആ അവസ്ഥ. ആ ശ്വാസം മുട്ടിൽ നിന്നും നല്ല വ്യത്യാസം വന്നു. പിന്നെ എൻ്റെ മോളുടെ കുട്ടിക്ക് 2 ആൺകുട്ടികളാണ് എൻ്റെ മോൾക്ക്. അവളുടെ കുട്ടിക്ക്
4 ദിവസം മുമ്പ് സ്കാൻ വയറുവേദനയും ഛർദിയായിട്ട് പനിയായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുവന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു അപ്പൻഡിക്സിൻ്റെ ആണ്, ഓപ്പറേഷൻ വേണ്ടി വരും, നമുക്ക് കുറച്ച് ദിവസം കൂടെ നോക്കാം, കുട്ടിക്ക് ആഹാരം ശ്രദ്ധിച്ച് കൊടുക്കണം, ഭക്ഷണം കൊടുക്കുമ്പോൾ എരിവോ ഉള്ളതൊന്നും കൊടുക്കരുത്, തൈര് മാത്രം കൊടുത്ത് ചോറ് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3-4 ദിവസം അങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം, കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്നിട്ട് നമ്മൾ കറിയൊക്കെ കൂട്ടുമ്പോൾ അവർക്ക് സങ്കടം വരും, കരച്ചിലാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഉപ്പും തേനും തൈലം വെച്ച് കുരിശ് വരയ്ക്കും വയറിൻ്റെ ആ ഭാഗത്ത്, തേനും ഉപ്പും ഞാൻ കൊടുക്കും. മക്കൾക്കൊക്കെ ഇത്തിരി വിശ്വാസം കുറവായാലും ഞാൻ ആ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് വേറൊരു സ്കാനിങ് സെൻറ്ററിൽ പോയി നമുക്ക് സ്കാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് സ്കാൻ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്കാൻ ചെയ്യാൻ മോളെ ചെറിയ കുട്ടിയായാലും മോളെയും കൂട്ടിക്കൊണ്ടാണ് മോൻ്റെ കൂടെ കൊണ്ടുപോയത്. അപ്പം ഞാൻ പുറത്തിരുന്ന് കാശ് രൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു, ഉപ്പും കയ്യിൽ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ മാതാവേ, അവർ തിരിച്ചു വരുമ്പോൾ ഈ അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ ആ സംഭവം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ അവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാതൊരു കുഴപ്പമില്ല, അവന് മരുന്നേ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മൂത്ത കുട്ടിക്കും അങ്ങനെ തന്നെ ഉണ്ടായി. അതേപോലെ തന്നെ അവന് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് 4-ാം ദിവസം തന്നെ അവന് സ്കാൻ ചെയ്തപ്പോൾ അവന് കുഴപ്പമില്ല. ചെറിയ ഒരു തടിപ്പ്, ഒരു കഴല, ഇങ്ങനെ ചെറിയ കുരുക്കൾ പോലെ കാണുന്നുണ്ട്, അല്ലാണ്ട് അപ്പൻഡിക്സിൻ്റേതായോ യാതൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉപ്പും തേനും തൈലും അവർക്ക് കൊടുത്തതിൻ്റെ ഫലമായി അങ്ങനെ നല്ല വ്യത്യാസം വന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, ചെറുതാണ്, 8 പേരേ ഉള്ളൂ, 4 സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയും നാൾ അവിടെ ഉണ്ടായിട്ട് ഞാനത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഇങ്ങനത്തെ ഒരു സ്ഥാപനം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇത്രയും നാൾ ഇവിടെ പള്ളിയിൽ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പോയി അവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പോൾ സിസ്റ്റർമാർ ധ്യാനത്തിന് 4 ആൾ ഒരുമിച്ച് ധ്യാനത്തിന് പോകാനായിട്ട് ഇരിക്കുക. അവർക്കൊരാളെ കിട്ടാണ്ടിരിക്കുകയായിരുന്നു അവിടെ താമസിക്കാനായിട്ട്, ഇവരെ നോക്കാനായിട്ട്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളെ കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ ഞങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടോ ഇവിടെ? ഞങ്ങളിങ്ങനെ ആലപ്പുഴയിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചവരാണ്, ഞങ്ങൾക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾക്ക്. എൻ്റെ മോള് നേഴ്സാണ്. അപ്പോൾ മോൾക്ക് പറ്റിയതായിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാൻ പ്രാർത്ഥിച്ച് ഈശോയുടെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, ഒരാളെ കാണിച്ച് തന്നെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാണ് ചേച്ചീനെയും മോളെയും കണ്ടത്. അപ്പം നിങ്ങളെ ഈശോ കൊണ്ടുവന്നതാണ്. അപ്പോൾ നിങ്ങൾ ചേച്ചിക്ക് പറ്റുമെങ്കിൽ ഇവിടെ നിന്ന് താമസിക്കാവോ, ഒരാഴ്ച, വൈകുന്നേരം വന്നാൽ മതി. പകലൊരു ചേച്ചി ഇവിടെ ഉണ്ട്, ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പോകും. വൈകുന്നേരം അവർക്ക് കൂട്ട് കിടക്കണം, അവരുടെ കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുക, കുറച്ച് നേരം പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 2-3 കുഞ്ഞുങ്ങളുണ്ട്, മോളുടെ കുഞ്ഞുങ്ങൾ, അവരെ ഇട്ടിട്ടാണ് ഞാൻ പോണത്. മോള് ഡ്യൂട്ടി ചേഞ്ച് ചെയ്തു എനിക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വൈകുന്നേരം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് വഴിപ്പണി കാരണം എല്ലാ വഴികളും അടച്ചിരിക്കുക, വണ്ടികളൊന്നും ബസ്സുകളൊന്നും വരണില്ല. എന്നാലും ഞാൻ നടന്നും ഓട്ടോറിക്ഷ വിളിച്ചും ഒരു 3-3.5 കിലോമീറ്റർ വേളം പോകണമെങ്കിൽ അങ്ങനെ ഞാൻ കുറേ നടക്കും, പിന്നെ കുറച്ച് ദൂരം ഓട്ടോറിക്ഷ വിളിക്കും. അങ്ങനെ ഞാൻ അവിടെ പോയി ഒരാഴ്ച താമസിച്ചു. അവരുടെ കൂടെ കുറേ നേരം സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നന്നായി പ്രാർത്ഥിക്കും. പല വിധത്തിലുള്ള കുട്ടികളായിരുന്നു. കിടപ്പ് രോഗികളായിട്ട് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീൽ ചെയറിലിരിക്കുന്നത്, ബാക്കി എല്ലാവരും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളെ ഇടയ്ക്ക് ഞാനിങ്ങനെ പോകും, കുട്ടികൾ നോക്കാനായിട്ട് ആരുമില്ല. അപ്പം മോളെ ഡ്യൂട്ടി സമയം നോക്കിയിട്ട് ഞാൻ ഓടിപ്പോകും. ഉച്ചയിരുന്നിട്ട് പോകാൻ പറ്റിയെങ്കിൽ ഒരാളെങ്കിലും പോയി കാണാൻ എനിക്ക് കൃപ തന്നെയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ ആസ്പത്രിയിൽ ചെല്ലും. ആസ്പത്രിയിൽ ചെന്ന് 1-2 പേരെ അടുത്തിരുന്ന് വർത്തമാനം പറയും, പോരും. പിന്നെ ഞാൻ പത്രം ഇവിടുന്ന് കൂടുതൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ച് വെഞ്ചിരിച്ച ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ അത് കൊണ്ട് കൊടുക്കുക. അതേപോലെ
ഇത് പോകുമ്പോൾ ഞാൻ വിചാരിക്കുക ആസ്പത്രികളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പല സ്ഥലത്തും ഞാൻ കണ്ടേക്കണത് ഈ പാത്രം വയ്ക്കാനൊരു സ്റ്റാൻഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഒരിക്കലും ആസ്പത്രികളിൽ കൊടുക്കില്ല, മാതാവേ ഇത് വെട്ടേണ്ടവരെ കയ്യിലെത്തിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുക. അപ്പം ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും തൃശ്ശൂർ ടൗണിൽ പല സ്ഥലത്തായിട്ട് വടക്കേ സ്റ്റാൻഡിലും അങ്ങനെ റൗണ്ടിലൊക്കെ നടന്ന് ഞാൻ കൊടുക്കണത് എൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാൻ ഇങ്ങനെ നടന്നൊരു വ്യക്തിയാണ്, എനിക്ക് നടക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ടായി. ഓട്ടോറിക്ഷക്കാരുടെ മുമ്പിലായാലും ആരുടെ അടുത്തായാലും ഞാൻ സാക്ഷ്യം പറഞ്ഞ് കടകൾ കയറി അങ്ങനെയാണ് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തി. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് എന്നിൽ കഴിയാവുന്ന രീതിയിൽ വീട്ടുകാർ പോലും അറിയാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ആരോടും ഞാൻ പറയാറില്ല. ചെറിയ ചെറിയ കാരുണ്യപ്രവൃത്തികൾ ഞാൻ പണിക്ക് പോകണില്ല, ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്, ചേട്ടൻ തന്നെ പണിക്ക് പോണത്. അപ്പം എൻ്റെ സാമ്പത്തികമായി എൻ്റെ കൈകളിൽ ഒതുങ്ങുന്നത് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി.